കർത്താവിൻ്റെ ദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത സമയത്ത് ഉള്ള ദൈവമക്കളോട് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടുത്തെ വർഷിപ്പിൻ്റെ ലിങ്ക് ഒക്കെ ബ്രദർ അയച്ചു തരും. സമയം കിട്ടുമ്പോഴൊക്കെ ജസ്റ്റ് ഞാൻ വർഷിപ്പ് സെഷനൊക്കെ ഒന്ന് കാണുമായിരുന്നു. But now I could come this morning and see live what's happening here. What he has begun, he will fulfill it. ദൈവം തുടങ്ങിയതിനെല്ലാം ദൈവം നന്നായി ചെയ്യും. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും എല്ലാം വന്ദനം അറിയിക്കുന്നു. ഇന്ന് പകൽ നമ്മൾ സമയം ഒന്നും കളയാതെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. Let me start with a question. Am I permitted to ask a question? Okay, I'll ask the question. What was the last ministry Jesus did before leaving this world? യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് what was the last ministry he did? I could hear murmurings. What's that? Washing the feet. He comforted people. That's right. Okay, he did it. What was the last one? That's the promise, right? Yes? Okay. I know normally we all have this Brazilian wave of answers. So let's move down to the text. Okay, and see what's the last ministry that Jesus did. Luke's Gospel chapter 24. Luke's Gospel chapter 24. We move down to verse number 50 and 51. 50. That was the last ministry. Look at this. Then he led them as far as Bethany, lifting up his hands, and he blessed them. Verse 51. Verse 51. പിന്നെ ഒരു മിനിസ്ട്രിയും ചെയ്തില്ല. അവരനുഗ്രഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്വർഗാരോഹണം ചെയ്തു. ശിഷ്യന്മാർ മടങ്ങിപ്പോയി, യേശുവും പോയി. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അനുഗ്രഹിച്ച ദൈവം ഭൂമിയെ തുടങ്ങിയത്. യേശുവിനെ അയച്ചിട്ട് ശിഷ്യന്മാരെ അനുഗ്രഹിച്ച വിട്ടത്. ഇനി തിരിച്ചു വരുമ്പോൾ അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് ദൈവം വെളിപ്പെടുത്തും. അപ്പൊ ചുരുക്കം പറഞ്ഞ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കണ്ട, അനുഗ്രഹിച്ചിരിക്കുകയാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. So this is what we are going to learn this morning. അവരെ ബഥാനിയോളം കൊണ്ടുപോയി കൈ ഉയർത്തി അനുഗ്രഹിച്ചു. Why not to some other locations? കാപ്പർനിയമിൽ കൊണ്ടുപോകാമായിരുന്നു, നസ്രേത്തിൽ കൊണ്ടുപോകാമായിരുന്നു. That was the birthplace of Jesus. ബേത്ലഹേമിൽ കൊണ്ടുപോകാമായിരുന്നു, or to any other geographical locations, right? പക്ഷെ യേശു കർത്താവ് ഇവിടുന്ന് അവരെ കൊണ്ടുപോയില്ല. യേശു അവരെ കൊണ്ടുപോയത് ബഥാനിയോളമാണ്. ആമേൻ. അപ്പൊ ദൈവം നമ്മെ പഠിപ്പിക്കുന്നൊരു സത്യമുണ്ട്. അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ബഥനിലായിരിക്കണം. ആമേൻ. ബഥനിലാണെങ്കിൽ മാത്രമേ അനുഗ്രഹം നിലനിൽക്കുകയുള്ളൂ. ഞാൻ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എന്നെ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നൊന്നും പുതിയ നിയമത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ബിക്കോസ് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അവരനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ബഥാനിയോളം കൊണ്ടുപോകാൻ കാരണം എന്താ? യേശു കർത്താവ് അവിടെ വായിക്കുന്ന അവൻ കൈ ഉയർത്തി അവരെ അനുഗ്രഹിക്കുന്നതിൽ അവൻ സ്വർഗാരോഹണം ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ആരാധന മധ്യേ യേശു നമ്മുടെ മധ്യ ഉണ്ടെങ്കിൽ, യേശു ഫിസിക്കലി ഇവിടെ അപ്പിയർ ചെയ്യുവാണ്, നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ അവൻ്റെ കൈ പൊങ്ങിയിരിക്കുക. ഹല്ലേലൂയ. താന്നിട്ടില്ല, അവൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുകയാ. എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇന്ന് പകലും ആശ്വാസം നൽകുവാൻ, ശക്തിപ്പെടുത്തുവാൻ, കോൺഫിഡൻസ് നൽകുവാൻ. ഐ വിൽ നോട്ട് ലീവ് യു, നോട്ട് forsake you, and the God will bless you. അപ്പൊ എന്തുകൊണ്ടാണ് യേശു കർത്താവ് വരെ ബഥനിയോളം കൊണ്ടുപോയത്? അതാണ് ഇന്ന് പകൽ നമുക്കുള്ള സമയം കൂടി ചിന്തിക്കാൻ പോകുന്നത്. ഈ ബഥനയുടെ സ്വഭാവം നമ്മുടെ അകത്തുണ്ടെങ്കിൽ ബി കോൺഫിഡൻറ്റ്, നമ്മെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ആമേൻ. ബൈബിളിൽ ബ്ലെസ്സഡ് എന്ന വാക്കിന്റെ അർത്ഥം the one that cannot be cursed എന്ന്. The one that cannot be cursed. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നെ ആർക്കും ശപിക്കാൻ ഒക്കത്തില്ലെന്ന്?
അല്ലേ? ദൈവം ഒരുവനെ അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ അവനെ ആർക്കും ശപിക്കാൻ ഒക്കത്തില്ല, അല്ലേ? നമ്മുടെ പെന്തിക്കോസ്തുകാരുടെ ഇടയ്ക്കാണ് ഇഷ്ടംപോലെ അഡ്ജക്റ്റീവ്സ് ഉണ്ട്. പോരാട്ടം, ബന്ധനം, അഭിചാരം. ഞാൻ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോയപ്പോൾ കേട്ടു വരുത്ത് പോക്ക്. അങ്ങനെ ഇങ്ങനത്തെ ഐ ഡോണ്ട് ഹാവ് ഇംഗ്ലീഷ് ഫോർ ഓൾ ദിസ് അല്ലേ? വരുത്ത് പോക്ക്, കം ആൻഡ് ഗോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കുന്നു, വരുന്നു, പൊക്കി എടുത്ത് പുറത്തിട്ടിട്ട് പോകുന്നു. അങ്ങനെ ഒരു വീട്ടിൽ എന്നെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുകയാണ്. കുഞ്ഞു വീട്ടിൽ കിടക്കുകയാണ്, രാവിലെ ആവും പുറത്താ, വരുത്ത് പോകുന്നാ പറയുന്നത്. ഒരു വീട്ടിൽ ഞാൻ ചെന്നു, ലിറ്ററലി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കുക്കർ തുറന്നപ്പം കുക്കർ ചോറിനകത്ത് മണ്ണ്. എന്നെ കാണിച്ചു, സോറി പാസ്റ്റർ, can you wait, we'll cook one more time. ഇങ്ങനെയൊക്കെയാണ് വിശ്വാസികളുടെ വീട്ടിൽ നടക്കുന്നത്. അവർ പ്രാർത്ഥിക്കരുത്, മൊത്തം ബന്ധനം. You know, when we say we are bound, listen to me very carefully, you are not bound, you are blessed. ഇന്ന് പകല കോൺഫിഡൻസ് വേണം. ഞാൻ പ്രാർത്ഥിക്കാറ് എൻ്റെ ബന്ധനം പൊട്ടിക്കണേ ഞാൻ പ്രാർത്ഥിച്ച അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? സപ്പോസ് നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് കിട്ടി, ഇന്ത്യൻ പട്ടാളക്കാരനെ പാകിസ്ഥാൻ പട്ടാളക്കാരൻ ബന്ധിച്ചു. ഒരു ന്യൂസ് നമ്മൾ കേട്ടാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിൻ്റെ അർത്ഥം ഇന്ത്യൻ പട്ടാളക്കാരന് കൊടുത്തിരിക്കുന്ന ജോഗ്രഫിക്കൽ ലൈൻ ഉണ്ടല്ലോ, ബൗണ്ടറി ലൈൻ, അത് ക്രോസ് ചെയ്തെന്ന ലൈൻ ക്രോസ് ചെയ്താൽ നിൽക്കേണ്ടാത്ത സ്ഥലത്ത് നിന്നതുകൊണ്ടാണ് ബന്ധിക്കപ്പെട്ടത്. എന്നാൽ ബൗണ്ടറിക്കകത്താണെങ്കിൽ ഫയറിങ്ങേ ഉള്ളൂ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ ഫയറിങ് കാത്തോളാം, പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് സ്വർഗം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യമേ ചിന്തിക്കണം, ഈ പോരാട്ടം ഉണ്ട്, ബന്ധനം കേട്ട് തടസ്സം, പിശാച്, ഫൽസന, ഇതൊക്കെ ഉണ്ട്, നമ്മുടെ അകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ പിന്നെയും നമ്മൾ ഫലിച്ചുകൊണ്ടിരിക്കുക. യു നോ വൈ? വി ആർ നോട്ട് കോൺഫിഡൻറ്റ്, വി ആർ ബ്ലെസ്ഡ്. അതുകൊണ്ട് ദൈവം എനിക്ക് പകൽ ഇവിടെ പറയാൻ പറഞ്ഞ ഒരു ആലോചന ഇത്രയേ ഉള്ളൂ. ഇഫ് ഗോഡ് ഹാസ് ബ്രോട്ട് യു ഹിയർ, ഗോഡ് വിൽ എസ്റ്റാബ്ലിഷ് യു. If God has brought me here, God will, come on, ഒന്ന് പറഞ്ഞേ, God will establish. ഇസ്രായേലിനോട് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് എൻ്റെ മുമ്പിൽ കരയാം. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പഴയ നിയമത്തിൽ. ദൈവനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുമ്പിൽ വന്ന് കരയാം, പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. എൻ്റെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ചിരിക്കണം. ഈ ബൈബിളുള്ള കാര്യമാണ് പറഞ്ഞത്. When you come before me, don't cry. നിങ്ങൾക്കറിയാം ഞാൻ ഒരു അവസരം തരാം. കർത്താവ് പറഞ്ഞു, when you look at the sun, ആ സണ്ണ് ഞാൻ വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന്, എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സ്ഥലത്തുനിന്ന് മാറിയെങ്കിൽ നിങ്ങൾക്ക് കരയാം. കർത്താവ് പറഞ്ഞു ഇസ്രായേലിനോട്, you got it? നിങ്ങൾ വന്ന് നോക്കുമ്പോൾ ഈ സൂര്യൻ മാറിപ്പോയി, നിങ്ങൾക്കറിയാം. ആ സൂര്യനെ ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, അത് മാറുന്നില്ലെങ്കിൽ എൻ്റെ ഉടമ്പടി മാറത്തില്ല. ഓ ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ കാൽവരി ക്രൂശിലെ രക്തം, സംസാരം നിന്നെങ്കിൽ നമുക്കറിയാം. ആമേൻ. ആ രക്തം ഇന്നും സംസാരിക്കുന്നുണ്ടെങ്കിൽ കോൺഫിഡൻറ്റോട് ദൈവത്തിന് നന്ദി പറയുന്ന ദൈവമക്കൾക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പറഞ്ഞത് എൻ്റെ ലൈഫിൽ നടക്കും. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ കോൺഫിഡൻസ് നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ബെഥനിലായിരിക്കണം. എന്താ ബെഥനിയുടെ പ്രത്യേകത? 4-5 കാര്യങ്ങൾ വേഗത്തിൽ നമുക്ക് ചിന്തിക്കാം. നമ്പർ 1, turn with me to Matthew's Gospel, chapter 21, verse number 17. നോക്കി, മാത്യു 21:7. ബഥാനിയോളം കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. പിന്നെ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് ബഥാനിയിൽ ചെന്ന് അവിടെ രാത്രി പാർത്തു. യേശു താമസിക്കാൻ കണ്ടെത്തിയ സ്ഥലം എവിടെയായിരുന്നു? സോ നമ്പർ 1, if you want to be blessed, ഇത് മനസ്സിൽ കുറിക്കുക, ബെഥനി is a place of lodging. Bethany is a place of lodging. നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ 2 ക്രൈറ്റീരിയ ബൈബിളിൽ കിടക്കുന്നത്. 1, I should lodge with Jesus or Jesus should lodge with me. Hallelujah. ഞാൻ യേശുവിനോട് ഒരുമിച്ച് പാർക്കുന്നവനാകണം, അല്ലെങ്കിൽ യേശു എന്നോട് ഒരുമിച്ച് പാർക്കണം. അങ്ങനെ പാർക്കുന്നവരാണെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. Praise the Lord. See, കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ വന്നിട്ട സൺഡേ വരുന്നത്. ഇവിടെ വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാൻ കഴിഞ്ഞ 6 days യേശുവിനോട് ഒരുമിച്ചാണ് പാർത്ത്. ആമേൻ. ഞാൻ പാർക്കാതെ
എനിക്കിഷ്ടമുള്ളത് ചെയ്തിട്ട് ഇവിടെ വന്ന് ഞാൻ എന്ത് കാണിച്ചാലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കോൺഫിഡൻസ് പോകും. എന്നാൽ ഞാൻ പാർത്തിട്ടാണ് ഇവിടെ വരുന്നെങ്കിൽ ദൈവം വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് തടയപ്പെട്ടതിനെ ദൈവം തുറക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഉറപ്പോടെ പറയണം, ഞാൻ യേശുവോട് ഒരുമിച്ച് പാർക്കുന്ന ദൈവ പൈതല. ഇല്ലേ? യേശുവോട് ഒരുമിച്ച് പാർക്കുന്നവർക്കാണ് എന്തുണ്ടാകുന്നേ? വിടുതലുണ്ടാകും. See, what was the purpose in God creating human being? ദൈവം മനുഷ്യൻ ഉണ്ടാക്കാനുള്ള കാരണം എന്താ? ബൈബിളിൽ മൊത്തം 4 വീടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പാർക്കുക. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു. 4 വീടുകളാണ് ദൈവം ഉണ്ടാക്കിയത്. ഒന്നാമത്തെ വീട് ഏദൻ തോട്ടമായിരുന്നു. അതിന് ഞാൻ വിളിക്കുന്ന പേര് പ്രൈമറി ഹൗസ് എന്ന്. ദാറ്റ് വാസ് ദ പ്രൈമറി ഹൗസ് ഗോഡ് ക്രിയേറ്റഡ്. ഇല്ലേ? ബൈബിളിൽ നമ്മളിപ്പം പുതിയ നിയമത്തിൽ നിന്ന് എവിടെ നിന്ന് വായിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ കണ്ടാൽ ഒരു പ്രോമിസ് നമ്മൾ വായിച്ചു. ആ പ്രോമിസിന്റെ ഫസ്റ്റ് ഒക്കറൻസ്, ഫസ്റ്റ് ഇൻസ്റ്റൻസ് ബൈബിൾ എവിടാ എന്ന് നമ്മൾ പോയി വായിക്കണം. എന്നിട്ട് പിന്നെ വായിച്ച ടെക്സ്റ്റുമായി കമ്പയർ ചെയ്തിട്ട് വേണം ചിന്തിക്കേണ്ടത്, ഇതെന്റെ ലൈഫിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആകുന്നത്. അങ്ങനെയാണ് ദൈവത്തിന്റെ മനസ്സ് നമ്മളെ ഉണ്ടാക്കിയപ്പോൾ എന്താണെന്നറിയോ? വാട്ട് വാസ് എ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഫസ്റ്റ് ഇൻസ്റ്റൻസ് ദൈവം ചെയ്ത് എന്താണെന്നറിയാവോ? ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയിട്ടല്ല ബാക്കിയെല്ലാം ഉണ്ടാക്കിയത്. ദൈവം എല്ലാം വേണ്ടത് ഉണ്ടാക്കിയിട്ടാണ് മനുഷ്യനെ ഉണ്ടാക്കിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പോടെ എനിക്കറിയാം, ഇവിടെ ദൈവമക്കളെ കൊണ്ടുവന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് റെഡിയാക്കിയിട്ടാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ അത് പ്രാപ്തമാകണമെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. ഞാൻ യേശുവിനോട് ഒരുമിച്ചാണ് പാർക്കുന്നത്, ഞാൻ ദൈവത്തോട് ഒരുമിച്ചാണ് പാർക്കുന്നത് എന്നൊരു കോൺഫിഡൻസ് നമ്മുടെ അകത്തുണ്ടാകണം. അപ്പോൾ പ്രൈമറി ഹൗസിൽ നോക്കി എന്താ ദൈവം ചെയ്തത്? ബൈബിൾ വായിക്കുക, ദൈവത്തിൻ്റെ മനസ്സ് ദൈവം പറയുക, എല്ലാ ദിവസവും വൈകുന്നേരമാകുമ്പോൾ ദൈവം എവിടെ വരുമായിരുന്നു? തോട്ടത്തിലേക്ക് വരുമായിരുന്നു. പക്ഷെ ഒരു ദിവസം വന്നപ്പോൾ ഇവരെ കാണാനില്ല. ഉടനെ ദൈവം പറഞ്ഞ ചോദ്യമാ, എവിടെ ആഡാമേ, നീ എവിടെ? മറുപടി, ഞാൻ ഒളിച്ചിരിക്കുക. എല്ലാ ദിവസം വന്നപ്പോൾ പാർക്കാൻ വന്നുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തോടൊരുമിച്ച് അബൈഡിക്കുന്ന ആൾക്കാർ ഒളിച്ചിരിക്കാൻ തുടങ്ങി. ഒളിക്കാൻ കാരണം എന്തായിരുന്നു? അവർ തന്നെ പറയുന്നുണ്ട്. ഉടനെ ദൈവം, അവർ പറഞ്ഞില്ല, ദൈവം പറഞ്ഞേ, ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തോ? നിങ്ങൾ തടസ്സം ചെയ്തോ? തന്നെ ദൈവം ചോദിച്ച ചോദ്യം കേട്ടോണേ. ദൈവമായത് നമ്മുടെ കോൺഫിഡൻസ് എപ്പോഴാണ് തകർന്നറിയാമോ? നമുക്ക് തന്നെ അറിയാം നമ്മൾ എവിടെ സ്ലിപ്പായെന്ന്. ഹല്ലേലൂയ. നമുക്ക് തന്നെ അറിയാം. എൻ്റെ പബ്ലിക് ലൈഫാണ് നിങ്ങൾ കാണുന്നത്, പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്കുള്ളത് പ്രൈവറ്റ് ലൈഫാണ്. പബ്ലിക് ലൈഫിന്റെ ബേസിലല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ബ്ലസ് ചെയ്യുന്നത് പ്രൈവറ്റ് ലൈഫിന്റെ ബേസിലാണ്. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് ലൈഫിൽ ദൈവവുമായി പാർക്കുന്ന ദൈവമക്കളെ പബ്ലിക് ലൈഫിൽ സ്വർഗം ഹോണർ ചെയ്തിരിക്കും. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ആ കോൺഫിഡൻസ് ഉണ്ടോ നമുക്ക്? സ്തോത്രം. അവിടെ നമുക്ക് കോൺഫിഡൻസ് വേണ്ടത്. ദൈവം വന്നു പ്രൈമറി ഹൗസിൽ. ഒരു ദിവസം വന്നപ്പോൾ ഇവരെ കാണാനില്ല. കർത്താവ് ചോദിച്ചൊരു ചോദ്യം അതാണ്, നിങ്ങൾ എവിടെ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തോ? എന്നിട്ട് അവർ ചെയ്ത് എന്തൊക്കെയാന്ന് നോക്കി. അവര് ഇല കൊണ്ട് അവരുടെ നഗ്നത മറയ്ക്കാൻ നോക്കി. പക്ഷെ വൈകുന്നേരം വരെ അവർ മറച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് വി ആർ നേക്കഡ് എന്ന്. വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ദൈവവുമായിട്ടുള്ള പാർക്കുന്ന അനുഭവം വിട്ടു കഴിഞ്ഞപ്പോൾ വൈകുന്നേരം വരെ അവർ ഹാർഡ് വർക്ക് ചെയ്തു. പക്ഷെ റിസൾട്ട് ദൈവം വന്നവർ പറഞ്ഞത് വി ആർ സ്റ്റിൽ നേക്കഡ്. ആമേൻ. ദൈവത്തോടൊരുമിച്ച് പാർക്കാതെ ദൈവമായുള്ള റിലേഷൻ അകന്നു പോയാൽ എത്ര അധ്വാനിച്ചാലും പിന്നെ ശൂന്യതയാ. എന്താ? ദൈവത്തോടൊരുമിച്ച് പാർത്തിട്ടുണ്ടെങ്കിൽ അല്പമേ ഉള്ളെങ്കിലും അതിനെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളവനാ ഇന്ന് പകൽ നമ്മൾ സേവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ അറിയേണ്ടത്, പ്രൈമറി ഹൗസ്. പക്ഷെ പിശാച് ചെയ്ത ഒരു കാര്യം, പ്രൈമറി ഹൗസിൽ ഫെലോഷിപ്പ് തകർത്തു. ഉടനെ ദൈവം രണ്ടാമതൊരു ഹൗസിനെ കൊണ്ടുവന്നു. രണ്ടാമത്തെ ഹൗസ് ഞാൻ വേഗത്തിൽ പറയും. അതിനെ ഞാൻ വിളിക്കുന്ന പേരാ പാറ്റേൺ ഹൗസ്. The first one is the primary house. The second one is pattern house. എന്താ പാറ്റേൺ? ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ നിന്നെ പർവ്വതത്തിന്റെ മേളിൽ ചിലത് കാണിക്കും, അതുപോലൊരു വീട് താഴെ ഉണ്ടാക്കണം. ആ വീടിന്റെ പേരാ കൂടാരം, ടാബർനാക്കിൾ, പാറ്റേൺ ഹൗസ്. പാറ്റേൺ ഹൗസിന്റെ പ്രത്യേകത എന്തായിരുന്നു? നമുക്കെല്ലാം അറിയാം. പ്രാകാരം, ദി ഔട്ടർ കോർട്ട്, ദി ഹോളി പ്ലേസ് ആൻഡ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്. മോസ്റ്റ് ഹോളി പ്ലേസിൽ ദൈവം ചെയ്ത ഒരു കാര്യമുണ്ട്, ഞാൻ അവരുടെ മധ്യ വസിക്കും, ഞാൻ ഫെലോഷിപ്പ് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, റൂബേൻ, ഷിമയോൻ
എല്ലാ ഗോത്രങ്ങളും എങ്ങനെ പാർത്തുകൊണ്ടിരുന്നേ? അവരെല്ലാം ഈ ഫെലോഷിപ്പ് നടക്കുന്ന ഭാഗത്തേക്ക് അവരുടെ എൻട്രൻസ് ഗേറ്റ് വെച്ചോണ്ടിരുന്നേ. ദൈവമക്കൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ, വീട്ടിൽ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, ടെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും, ഫസ്റ്റ് അവർ കാണേണ്ടത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. പറഞ്ഞു നോക്കിയേ, throughout the week they should always have relation with that presence of God. ദൈവത്തിന്റെ പ്രസൻസുമായിട്ട് വേണം അവർക്ക് റിലേഷൻ ഉണ്ടാകുവാൻ. പക്ഷെ സംഭവിച്ച എന്താ? ഒരു ദിവസം ദൈവം പറഞ്ഞു, എനിക്കിനി വസിക്കാൻ ഒക്കത്തില്ല, എൻ്റെ ജനത്തിന്റെ അകർത്യം വർദ്ധിച്ചിരിക്കുന്നു. നോക്കിയേ, പ്രൈമറി ഹൗസിൽ പിശാച് ഫെലോഷിപ്പ് ഒടിച്ചു കളഞ്ഞു. പാറ്റേൺ ഹൗസിലും ഫെലോഷിപ്പ് തകർത്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ജനത്തിന്റെ ബ്ലെസ്സിങ് നഷ്ടപ്പെട്ടു. ഇസ്രായേലിന്റെ ദൈവം എന്തിനാ തെരഞ്ഞെടുത്തേ? ഇസ്രായേലിന്റെ ദൈവം തെരഞ്ഞെടുത്തത് നേഷനെ ബ്ലെസ് ചെയ്യാനാ, ഇല്ലേ? നേഷനെ ബ്ലെസ് ചെയ്യാനാ. They should become a light to the nations. പക്ഷെ സംഭവിച്ച എന്താ? ദൈവം ബ്ലെസ് ചെയ്യാൻ ആഗ്രഹിച്ച ജനത്തെ അതേ ജാതികൾ തകർത്തു കളഞ്ഞു. ഇവിടെ ഹബക്കൂക്കിനെ കുറിച്ച് 2 പേരാണ് ഇവിടെ ഉദ്ധരിച്ചെന്ന്, ഇല്ലേ? 2 പേര് ഉദ്ധരിച്ചു. ഹബക്കൂക്കിന്റെ പുസ്തകം എന്തുവാ? ഹബക്കൂക്ക് കരയാ, കർത്താവേ എന്താ ഈ പറ്റിയത്? ദൈവത്തിന്റെ മറുപടി, ഫെലോഷിപ്പ് നഷ്ടപ്പെട്ടു. നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വാ, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഇന്ന് പകലും പരിശുദ്ധാത്മാവിന് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. പ്രസൻസിൽ നിൽക്കുകയാണെങ്കിൽ, ഫെലോഷിപ്പിൽ നിൽക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ കൈ പൊങ്ങിയിരിക്കുകയാ, അവൻ നമ്മെ ബ്ലസ് ചെയ്തിരിക്കുകയാ. ആ ബ്ലസ്സിംഗ് എടുക്കുവാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രൈമറി ഹൗസിൽ പിശാചിന് മനസ്സിലായി ഈ ഫെലോഷിപ്പ് തകർത്തു. പാറ്റേൺ ഹൗസിൽ ടാബർനാക്കിൾ പോയി. ടെമ്പിൾ, നിങ്ങൾ നോക്കിയ ടെമ്പിൾ ദൈവത്തിന്റെ വലിയ മഹത്വമായിരുന്നു. അതാ നമ്മൾ 68-ാം സങ്കീർത്തനമൊക്കെ പഠിക്കുമ്പോൾ, യഹോവേ അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ടു, എൻ്റെ രാജാവും എൻ്റെ വിശുദ്ധമായവൻ്റെ എഴുന്നള്ളത്ത് തന്നെ, ഇല്ലേ? സംഗീതക്കാർ മുമ്പിൽ എന്ന് പറഞ്ഞാൽ ടെമ്പിൾ വെക്കുവാൻ സ്ഥലം കൊടുക്കത്തില്ലെന്ന് പറഞ്ഞ ജാതീയ ശക്തിയുടെ നടുവിൽ ടെമ്പിൾ കൊടുക്കാൻ സ്ഥലം മാത്രമല്ല, ടെമ്പിൾ പണിപ്പിച്ച് അതിനകത്ത് പ്രസൻസ് ഇറക്കിയവനാണ് ഞങ്ങളുടെ ദൈവം, ഇല്ലേ? നമ്മുടെ ദൈവം ആരാ? പ്രസൻസ് കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ആര് വെല്ലുവിളിക്കുമോ അവരുടെ നടുവിൽ പ്രസൻസ് ഇറക്കും. സ്ഥലം തരത്തില്ലെന്ന് പറഞ്ഞോ, അവിടെ പള്ളി പണിതു. നോക്കിയാ ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ, ഇല്ലേ? ഒതുക്കുമെന്ന് പറഞ്ഞോ, അവിടെ ദൈവത്തിന്റെ മഹത്വം ദൈവം എടുത്തു. അപ്പൊ ദൈവം ഇങ്ങനെ പ്രസൻസ് ഇറക്കി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾ ആലയം ഡെഡിക്കേറ്റ് ചെയ്യുക. പുരോഹിതന്മാർക്കൊന്നും സൂക്ഷിക്കാൻ കഴിയും, അത്രയ്ക്ക് പ്രസൻസ് ഇറങ്ങി. എന്നാൽ യേശുവിന്റെ കാലം വന്നപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, പ്രൈമറി ഹൗസ് പോയി, പാറ്റേൺ ഹൗസിൽ പ്രസൻസ് ഇറങ്ങി. യേശുവിന്റെ കാലം വന്നപ്പോൾ യേശു കഴുതക്കുട്ടിപ്പുറത്ത് കയറി ടെമ്പിളിലേക്ക് വരികയാണ്. വന്ന സമയത്ത് ജനം പാടിയ പാട്ട് എന്തായിരുന്നു? ഹോസന്ന ഹോസന്ന. ഹോസന്ന എന്ന വാക്കിന്റെ അർത്ഥം സ്തുതിയല്ല, ഹല്ലേലൂയ, സ്തുതി. ഹോസന്ന എന്ന് പറഞ്ഞാൽ സേവ് അസ്, സേവ് അസ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, സോളമൻ ടെമ്പിൾ ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ, പാറ്റേൺ ഹൗസ് ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ 72 റിക്വസ്റ്റ് പറഞ്ഞു. 72 റിക്വസ്റ്റ് ആ സോളമൻ പ്രാർത്ഥിച്ച്. 72 റിക്വസ്റ്റ്. അതിലൊന്നെന്തോന്നറിയോ? കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് ഞങ്ങൾ അടിമ പോയാലും നിന്റെ നാമം ഇരിക്കുന്ന ആലയം നോക്കി പ്രാർത്ഥിച്ചാൽ, ഈ പ്രസൻസ് ഒരിക്കൽ ഇറങ്ങി നിന്ന് ആലയത്തെ നോക്കി പ്രാർത്ഥിച്ചാൽ ഞങ്ങളെ നീ മടക്കി വരുത്തണമേ. അതുകൊണ്ടാണ് ഡാനിയേല് കിളിവാതിൽ തുറന്ന് യെരൂശലേമിൽ നോക്കി പ്രാർത്ഥിക്കാൻ കാരണം സോളമന്റെ പ്രേയറാണ്. നോക്കിയേ, അപ്പൊ ഈ പ്രാർത്ഥന കിടക്കുന്നുണ്ട്. ഇവർ എത്രയും കോൺഫിഡൻസ് ആയിരുന്നു, നോക്കി പ്രാർത്ഥിച്ചാൽ വിടുതല. പക്ഷെ യേശുവിന്റെ കാലം വന്നപ്പോൾ ആലയത്തിനകത്ത് വന്ന് പ്രാർത്ഥിച്ചവർ യേശുവിനെ പുറത്തു കണ്ടപ്പോൾ അവർ പറയാ സേവസ്. 72 കാര്യത്തിൽ വിടുതലാണെന്ന് ഉറപ്പിച്ച് പ്രാർത്ഥിച്ച ജനം യേശുവിന്റെ കാലത്തിൽ എന്തിനാ സേവസ് പറഞ്ഞ്? ആലയത്തിനകത്ത് കിടക്കുന്നവരാ. പക്ഷെ അവരെന്തോ വിളിക്കുന്നേ? സേവസ്, സേവസ്. എന്തുകൊണ്ടാണെന്നറിയോ? അതിന്റെ കാരണമുണ്ട്. കർത്താവ് സൈൻ കൊടുക്കുകയാണ്. പ്രൈമറി ഹൗസ് പ്രസൻസ് നഷ്ടപ്പെട്ടു. പാറ്റേൺ ഹൗസിലും പ്രസൻസ് ഇല്ല, റിച്വല. യേശു പറഞ്ഞു ഇറ്റ് ഹാസ് ബിക്കം എ ഡെൻ ഓഫ് റോബേഴ്സ്. അതുകൊണ്ട് ഇതിനകത്ത് പ്രസൻസ് ഇല്ല. സേവസ് അകത്ത് സേവിങ് നടക്കുന്നില്ല. അവർ യേശുവിനെ നോക്കിയിട്ട് അവർ പറയുക സേവസ്. അതിന്റെ അർത്ഥം ആ വീടും പോയി. AD 70 ആ വീട് പോകുമെന്ന് യേശു പറഞ്ഞു. 3ാമത്തെ വീടാണ് വന്നത്, ദ പെർഫെക്റ്റ് ഹൗസ് വിച്ച് ഈസ് ജീസസ് ക്രൈസ്റ്റ്. യേശു പറഞ്ഞു ഈ ആലയത്തെ നിങ്ങൾ തകർക്ക്, ഈ ആലയത്തെ നിങ്ങൾ തകർക്ക്, ഞാൻ ഇതിന് 3 ദിവസം കൊണ്ട് പണിയും. ശ്രദ്ധിക്കണമേ, പ്രൈമറി ഹൗസ് പിശാചിനറിയാം ഫെലോഷിപ്പ് പാടില്ല.
ഏതെങ്കിലും ദൈവപൈതന്റെ കയ്യിൽ ഒന്നുമില്ല. പക്ഷെ യേശു ഉണ്ടെങ്കിൽ അവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അത് പിശാചിനറിയാം, നല്ലപോലെ അറിയാം. അവന്റെ റിലേഷൻ തകർക്കും. പാറ്റേൺ ഹൗസിലും അത് തന്നെ അവൻ ചെയ്തു. മൂന്നാമത് വന്നത് പെർഫെക്റ്റ് ഹൗസ്. പെർഫെക്റ്റ് എന്ന് വിളിക്കാൻ, അതുകൊണ്ടല്ലേ നമ്മൾ വായിക്കാം തിരുമേനി. യേശുവിൻ്റെ പേരെന്തോ? ലോകത്തിലൊരു തിരുമേനിയില്ല, സകലതും പുഴുമേനികൾ. വാട്ട് ഇസ് ആരാ ഡിഫൈൻ ചെയ്യണമെന്നറിയോ? തിരുമേനി ആരാ ഡിഫൈൻ ചെയ്യണമെന്നറിയോ? എൻ്റെ എറ്റമോളജി, എൻ്റെ വേർഡിൻ്റെ അർത്ഥം ഇതാ: മരിച്ചു കഴിഞ്ഞ് കൊണ്ടടക്കണം, അടക്കിക്കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുത്തി അടക്കോ കിടത്തി അടക്കോ എങ്ങനെ അടക്കിയാലും പിന്നെ പോയി തുറക്കുമ്പോൾ പുഴു അരിക്കരുത്. അതാണ് തിരുമേനി. അവൻ്റെ അസ്ഥിയിൽ ദ്രവത്വം കണ്ടില്ലെന്ന് പറഞ്ഞ ഒറ്റ തിരുമേനിയേ ഉള്ളൂ. അതാ നമ്മൾ സേവിക്കുന്ന ഇന്ന് പകൽ നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന യേശു മാത്രമേ ഉള്ളൂ. അവൻ പെർഫെക്റ്റാ. എങ്ങനെ അറിയാം? പഴയ നിയമത്തിന്റെ വ്യവസ്ഥ. ഒരു കുഷ്ഠരോഗി അടുത്തു വന്നു, എനിക്ക് കുഷ്ഠമില്ല, എന്നെ തൊട്ടു. പക്ഷെ എനിക്ക് കുഷ്ഠം വന്നില്ലെങ്കിലും ഞാനും 7 days പുറത്ത്, ഞാൻ അശുദ്ധനാ. കാരണം ഞാൻ തിരുമേനിയല്ല, പുഴുമേനി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അത്. അതുകൊണ്ടാണ് പറഞ്ഞേ, തൊട്ടുമ്പോൾ ലെപ്പർ തൊട്ടാൽ അവനെന്തുവാ? അശുദ്ധനാ. പക്ഷെ യേശു തിരുമേനി ആയതുകൊണ്ട്, യേശു പരിശുദ്ധനായതുകൊണ്ട്, ഒരു വൊക്കാബുലറി കൂടെ പറയാം, റെവറൻഡ് ആയതുകൊണ്ട്. ദർ ഇസ് നോ റെവറൻഡ് ടുഡേ. ബൈബിളിൽ ഒറ്റ പ്രാവശ്യം റെവറൻഡ് യൂസ് ചെയ്തിട്ടുള്ളത് റെവലേഷനിൽ, അത് യേശുവിനെ കുറിച്ച്. ബട്ട് വാട്ട് ടു സേ, ഇന്ന് എല്ലാവരും റെവറൻഡ് എന്ന് വിളിക്കും. എന്നെ ചിലപ്പോൾ വാട്ട് ടു ഡു, അറിവില്ലായ്മ. റെവറൻഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുവാൻ യോഗ്യൻ, പരിശുദ്ധനായവൻ. when he comes to the scene, things will change. ഹല്ലേലൂയ. ഈ റെവറൻഡ് ആയ യേശു, തിരുമേനിയായ യേശു കുഷ്ഠരോഗിയെ തൊട്ടു. അക്കോർഡിംഗ് ടു ദി ലെവിറ്റിക്കൽ ലോ, യേശുവിന് കുഷ്ഠം വന്നില്ലെങ്കിലും അശുദ്ധനാകണം. പക്ഷെ യേശു തൊട്ടപ്പോൾ യേശുവിന്റെ അശുദ്ധി കുറവൊന്നുമില്ല, അശുദ്ധൻ ശുദ്ധനായി. ആ ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനാണെങ്കിൽ ആ പെർഫെക്റ്റ് ഹൗസ് ആരാ? യേശുവ. മൂന്നാമത്തെ വീട് പെർഫെക്റ്റ് ഹൗസ്. യേശു പറയുന്നൊരു ഭാഗമുണ്ട്. ആ യേശു പറഞ്ഞു, ഞാൻ വന്ന് എന്തിനാണെന്നറിയാവോ? ഈ ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യാൻ. അതുകൊണ്ട് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1 നമ്മൾ വായിക്കുമ്പോൾ ഹി ഡ്വെൽഡ് എമംഗ് അസ് എന്ന് എഴുതിയേക്കുന്നത് ഇല്ലേ? ജീസസ് came and dwelt. ചില ട്രാൻസ്ലേഷൻ he tabernacled among us. Look at the word tabernacle എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വീട് തകർന്നു, ആ വീടിന്റെ പകരമായി യേശു വന്നു. എന്തിനാ വന്നേ? ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്യാൻ. സമരിയക്കാരി സ്ത്രീ യേശു കോൺവേഴ്സ് ചെയ്തു ഇല്ലേ? കൺവേഴ്സ് ചെയ്ത സമയത്ത് സമരിയ സ്ത്രീ പറഞ്ഞെന്ന് അറിയോ? ഞാൻ സമരിയ സ്ത്രീ, നീ യഹൂദൻ. എങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്? യേശു പറഞ്ഞു, സ്ത്രീയെ, സംസാരിക്കുന്നവൻ ആരാന്നറിഞ്ഞാൽ നീ എന്നോട് ഇങ്ങനെ പറയില്ല. ആരാ ഞാൻ എന്നറിയാവോ എന്ന് പറഞ്ഞ് നീ ആഗ്രഹിക്കുന്ന മശിയ തന്നെയാ ഞാൻ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, യേശു അവളോട് കൺവേഴ്സേഷൻ തുടങ്ങിയ സമയത്ത് യേശു റിലീജിയന്റെ ബേസിലല്ല കൺവേഴ്സേഷൻ തുടങ്ങി. ഫെലോഷിപ്പ് റെസ്റ്റോർ ചെയ്ത കണ്ടോ? യേശു ഡയലോഗ് ചെയ്ത സമയത്ത് ഒരു കാര്യവും കൊണ്ടുവന്നില്ല. യേശു കൊണ്ടുവന്ന വാട്ടറിനെ കുറിച്ചാണ് സംസാരിച്ചത്. വാട്ടറിൽ റിലീജിയൻ ഇല്ല, കൾച്ചർ ഇല്ല, ക്ലാസ് ഇല്ല. ഓൾ ഹ്യൂമൻ ബീങ്സ് നീഡ്സ് വാട്ടർ. യേശുവിൻ്റെ ആക്സസ് പോയിന്റ് കണ്ടോ? യേശു പറയുക, എനിക്ക് വെള്ളം വേണം. കോൺവെർസേഷൻ തുടങ്ങി. എന്നിട്ട് അവൾ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ ഈ പർവ്വത്തിലാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഗർസിമിൽ ആരാധിക്കുന്നു. അപ്പോഴും അവളെ ഫോർ ഫാദേഴ്സ്, റിച്വൽസ്, റിലീജിയസ് റൈറ്റ്സ് ഇതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിന് വേണ്ടത് ഫെലോഷിപ്പാ, യേശുവിന് വേണ്ടത് റെസ്റ്റോറേഷനാ, ദൈവമായിട്ടുള്ള സംബന്ധമാ. പക്ഷെ ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തം പാരമ്പരികമാ. ഉടനെ യേശു പറഞ്ഞൊരു മറുപടി, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത ഇതാണ്. യേശു എന്താ പറഞ്ഞതറിയോ? ആരാധനകൾ പലതുണ്ട്, പലയിടത്ത് ആരാധന നടക്കുന്നുണ്ട്. പക്ഷെ മിക്ക ആരാധനകളും അറിയാതെ നടക്കുന്ന ആരാധനയെ വചനം മനസ്സിലാക്കണം. Many people worship in ignorance. Ignorant worship. എന്താ ignorant worship പ്രത്യേകത? Ignorant worships are selective worships. Ignorant worship എങ്ങനെ? സെലക്റ്റീവ്. എന്താ സെലക്റ്റീവ്? സമരിയക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് സെമാരിറ്റൻ പെന്ററ്റൂക്ക് ഉണ്ട്. ആദ്യത്തെ 5 പുസ്തകം അവർക്കും ഉണ്ട്. ബാക്കി ബൈബിളിലെ ഒറ്റ വാക്യം അവരെടുക്കത്തില്ല. പുതിയ നിയമത്തിൽ അങ്ങനെ ചിലരുണ്ട്. സാംസ് 91 തുറക്കൂ. ക്വൈറ്റ് സെലക്റ്റീവ് അവര്. ഓരോരോ പ്രശ്നത്തിന് ഓരോരോ വാക്യം അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം, അതേ തുറക്കൂ.
Ignorant worship, selective worship. Number 2, ignorant worship is superstitious worship. സെലക്റ്റീവ് മാത്രമല്ല, പിന്നെന്തോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പർവ്വതത്തിൽ എന്താ ലോക്കലൈസ്, ദൈവത്തെ ലോക്കലൈസ് ചെയ്തു. ദൈവത്തെ എന്ത് ചെയ്തു? ലോക്കലൈസ് ചെയ്തു. എന്തോ ലോക്കലൈസ് എന്നാണ് അർത്ഥം? ഞങ്ങൾ ഇവിടെ കൂടി വന്നാൽ മാത്രമേ ദൈവം ഉള്ളൂ. ഞങ്ങൾ ഈ പർവ്വത്തിൽ വന്നാൽ മാത്രമേ ദൈവം ഉള്ളൂ. ഈ പർവ്വതം വിട്ടാൽ എങ്ങനെ വേണം ജീവിക്കും? മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഇവിടെ കൂടി വരുമ്പോൾ ഭക്തർ ഇതെന്ത് പുറത്തോട്ട് ഇറങ്ങിയാൽ ഞാൻ പറയുന്നില്ല. ജസ്റ്റ് തിങ്ക്, ഇത് സൂപ്പർസ്റ്റിഷ്യസ് വർഷിപ്പായി മാറും. ചിലർ അങ്ങനെയൊക്കെ ഉണ്ട്. അയ്യോ എന്തോ ഞാൻ ഓർക്കുന്നുണ്ട്, ഇന്നത്തെ പോലെ ഓർക്കുന്നുണ്ട്. ഞാൻ കുമ്മനാട് പഠിപ്പിച്ച സമയത്ത്, ദാറ്റ്സ് ടൈം, ഫസ്റ്റ് ടൈം വന്ന സമയത്ത് ഒരു മീറ്റിങ്ങിന് ഞാൻ പോവുക. കാർ ഓടിച്ചോണ്ടിരിക്കുമ്പോൾ പോകുമ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രവാചകൻ ഇരിപ്പുണ്ട്. പോകുന്ന പോക്ക് എന്നോട് പറയുക, പാസ്റ്റർ ഇന്ന് ഭയങ്കര പോരാട്ടമായിരിക്കും യോഗത്തിൽ. ഞാൻ ചോദിച്ചു അതെങ്ങനെ, വെളിപ്പെട്ടാണോ എന്ന് ചോദിച്ചു. കണ്ടില്ലേ? ഞാൻ പറഞ്ഞു എന്തോ പൂച്ച ചാടിയ പൂച്ച. ഞാൻ ഒരു പൂച്ച ചാടിയതുകൊണ്ട് ഞങ്ങൾ കുറേ നോർത്തിലായിരുന്നു ജനിച്ചു വളർന്നതല്ല, അതുകൊണ്ട് ഈ കണ്ടമാന സൂപ്പർസ്റ്റിഷൻ ഒന്നും ഞങ്ങളുടെ ഇതിലില്ലായിരുന്നു. ഇങ്ങനെ കണ്ടപ്പോൾ നമ്മൾ പൂച്ച ചാടിയതുകൊണ്ട് അതോടെ പക്ഷേ വെള്ളയായിരുന്നെങ്കിൽ കുഴപ്പമില്ല, ഇത് കറുത്തതാണ് ചാടിയത്, ഭയങ്കര പോരാട്ടമായിരിക്കുന്നത്. ഞാൻ ഒരു എന്ത് നമ്മൾ എത്ര നാളാണ് നേരെ കർത്താവിൽ വന്നിട്ട്. ചിലർക്ക് നടന്നു നോക്കണേ, കാക്ക കരയുന്നു കേട്ടോ, പല്ല് ചലിച്ചിട്ടുണ്ട് കേട്ടോ. ഇവരെല്ലാം ഗ്ലോറി ഗ്ലോറി എത്ര ഉറക്കെ പറയുന്നെന്ന് അറിയോ? യു ഗോട്ട് ഇറ്റ്? നമ്മളറിയാതെ ഓരോ കാര്യങ്ങൾ പറയുക. സെലക്റ്റീവ് വേർഷിപ്സ്, സൂപ്പർസ്റ്റിഷ്യസ് വേർഷിപ്സ്. പക്ഷേ യേശു അവളോട് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഞങ്ങൾ അറിഞ്ഞാരാധിക്കണം. ഇന്ന് പകൽ ദൈവം ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലിരിക്കുന്ന ഏത് ദൈവ പൈതലാണെങ്കിലും അവർക്ക് വേണ്ടി അവൻ എല്ലാം നന്നായി ചെയ്യും. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനി ഈ പെർഫെക്റ്റ് ഹൗസ് ഡെസോലേറ്റായി. യേശു പാപമറിയാത്തവൻ, നമുക്ക് വേണ്ടി അവൻ പാപമായി തീർന്നു. എന്തിനു വേണ്ടിയാ പാപമായി തീർന്നെന്നറിയാമോ? വേറെ ഒന്നിനുമല്ല, നാലാമതൊരു വീട് പണിയാൻ. ആ വീടാണ് യു ആർ ദ ടെമ്പിൾ ഓഫ് ദ ലിവിംഗ് ഗാഡ്. ഹല്ലേലൂയ. ആ നാലാമത്തെ വീടാണ് പെർമനന്റ് ഹൗസ്. ഇപ്പൊ എത്ര വീട് നമ്മൾ ചിന്തിച്ചു? 1 പ്രൈമറി ഹൗസ്, 2 പാറ്റേൺ ഹൗസ്, 3 പെർഫെക്റ്റ് ഹൗസ്, 4 പെർമനന്റ് ഹൗസ്. നമ്മുടെ യോഗ്യത ഒന്നുമില്ല. യേശു തകർന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. സ്വത്രം സ്വത്രം സ്വത്രം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയേണ്ടതെന്നറിയാവോ? എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയേണ്ടതെന്നറിയാവോ? ഞാൻ അറിയാതിരുന്ന സമയത്ത് എന്നെ സ്നേഹിച്ച് എന്നെ അകത്തു കൊണ്ടുവരുവാൻ പുറത്തേക്ക്, പാളയത്തിന് പുറത്തേക്ക് വന്ന് എൻ്റെ കെട്ടുകളെല്ലാം മാറ്റിയിട്ട്, അന്ന് നമ്മൾ കെട്ടിക്കിടക്കുകയാണ്, മാറ്റിയിട്ട് എന്നെ അകത്തു കൊണ്ടുവന്ന ദൈവസ്നേഹം ഓർക്കുമ്പോൾ പറഞ്ഞു തീരാൻ വയ്യാത്ത ഈ ദാന നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ദൈവ പൈതലെ, നമ്മൾ ഈ പെർമനന്റ് ഹൗസിൽ ഇരിക്കുമ്പോൾ ഞാനൊരു കാര്യം ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുക. ഈ പെർമനന്റ് ഹൗസാണ് യേശു ആഗ്രഹിച്ചത്. യേശു ശിഷ്യന്മാരോടും പറഞ്ഞത് അത് തന്നെയാണ്. നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ നിങ്ങൾ ചിലത് ചെയ്യണം. എൻ്റെയുമായിട്ടുള്ള ഫെലോഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾ അതിൽ നിൽക്കണം. നിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. നിങ്ങൾക്കറിയാമല്ലോ, ഈ പെർമനന്റ് ഹൗസ് യേശു ആഗ്രഹിച്ചു നമ്മളെക്കുറിച്ച്. പക്ഷേ ഇന്നും 3 ടൈപ്പ് ആൾക്കാരുണ്ട്. യേശുവിൻ്റെ കാലത്ത് 3 ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. 1 പീപ്പിൾ, 2 ക്രൗഡ്, 3 ഡിസൈപ്പിൾസ്. എത്ര പേരാ? പീപ്പിൾ, ക്രൗഡ്, ഡിസൈപ്പിൾസ്. ആദ്യത്തെ കൂട്ടർ ക്രൗഡ്, ഒക്ലോസ് ക്രൗഡ്. എന്താ അവരുടെ പ്രത്യേകത? അവരേത് യോഗത്തിനും വരും, പക്ഷെ യേശുമായി ഒരു റിലേഷൻ ഇല്ല. ബൈബിളിൽ ഇങ്ങനെ വാക്യമുണ്ട്, അവരെല്ലാം കൂടി മിക്കവർക്കും അറിയത്തില്ല എന്തിനാ കൂടിയെന്ന്. വായിച്ചിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തിയില്ല. അവരെല്ലാവരും കൂടി, പക്ഷെ മിക്കവർക്കും അറിയത്തില്ല എന്തിനാ കൂടിയെന്ന്. ഇതാണ് ക്രൗഡിന്റെ പ്രത്യേകത. അവരുടെ പ്രത്യേകത, അവർ ആദ്യത്തെ മൈലിൽ കൂടെ നടക്കും, 2ാമത്തെ മൈലിൽ യേശുവിനെ വിടും. എന്താ 2? ഈ ക്രൗഡിൽ നിന്ന് മാറി വേറൊരു കൂട്ടരുണ്ട്. അവരെ വിളിക്കുന്ന പേരാ ലാവോസ്, പീപ്പിൾ. പീപ്പിൾ അവരുടെ പ്രത്യേകത, അവർ ക്രൗഡ് മാറുമ്പോൾ മാറത്തില്ല. അവർ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും, പക്ഷേ പെർസിക്യൂഷൻ തുടങ്ങുമ്പോൾ അവർ വിടും.
ക്രൗഡ് കിട്ടുമ്പോൾ കൂടെ നിൽക്കും, കിട്ടാതെ വരുമ്പോൾ മടങ്ങും. പീപ്പിൾ കിട്ടുമ്പോൾ കൂടെ നിൽക്കും, കിട്ടാതെ വരുമ്പോഴും പിടിച്ചു നിൽക്കും. പക്ഷെ പെർസിക്യൂഷൻ തുടങ്ങുമ്പോൾ അവർ വിട്ടേച്ചു പോകും. എന്നാൽ മൂന്നാമത്തെ കൂട്ടർ ശിഷ്യന്മാർ, അവർ പെർസിക്യൂഷൻ വന്നാലും അവർക്കൊരു കാര്യം അറിയാം. യേശു പറഞ്ഞു നിങ്ങൾക്കും പോകാം. പല ശിഷ്യന്മാരല്ല, പല ക്രൗഡ് ആൾക്കാർ പോയി, പീപ്പിൾ പോയി. ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു നിങ്ങൾക്കും പോകാം. എന്തിനും ചാടി പറയുന്ന പത്രോസ് പറഞ്ഞു എങ്ങോട്ടാന്നുള്ളത് അഡ്രസ്സ് പറഞ്ഞതാ, എങ്ങോട്ടാന്നുള്ളത് അഡ്രസ്സും കൂടെ പറഞ്ഞതാ. ഞാൻ ബോട്ട് നിറച്ച് എനിക്ക് തന്ന സമയത്ത് അത് വിട്ടിട്ട് എൻ്റെ പിന്നാലെ വരുവാൻ നീ പറഞ്ഞ ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങിയതാ. എന്നിട്ട് നീ ഇപ്പൊ പറയാണ് പൊയ്ക്കോളാൻ, എങ്ങോട്ടാന്ന് നമ്മൾ അഡ്രസ്സ് പറഞ്ഞതാ. നിന്റെ പക്കൽ ജീവന്റെ മൊഴിയുണ്ട്, ഞാൻ പുറമ്പോട്ട് പോകത്തില്ല. ഇന്ന് പകൽ ആ ലെവലിൽ, ക്രൗഡ് ലെവലിലല്ല, പീപ്പിളുടെ ലെവലിലല്ല, ഡിസൈപ്പിളുടെ ലെവലിൽ പറ്റി നിൽക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ തലമുറയിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് യേശുവിന്റെ കൈ ഉയർന്നിരിക്കുകയാ. അവൻ നന്നായി ചെയ്ത് അനുഗ്രഹിച്ചിരിക്കുകയാ. ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. ഈ കോൺഫിഡൻസ് എപ്പോഴും നമുക്കുണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ നമ്പർ 1, ബെത്തനി ഈസ് എ പ്ലേസ് ഓഫ് ലോഡ്ജിങ്. യേശുവോട് ഒരുമിച്ച് പാർക്കുന്നവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. സാക്കിയസ് ഒരു ദിവസം സിക്കമോർ ട്രീയുടെ മേളിൽ കയറി, ഇല്ലേ? അത്തിവൃക്ഷത്തിന്റെ മേളിൽ കയറി, ഫിഗ് ട്രീയുടെ മേളിൽ കയറി. സാക്കിയസ് ആരായിരുന്നു? ആരാ? നോ, എൻ്റെ ബൈബിൾ ടാക്സ് കളക്ടർ അല്ല. എൻ്റെ ബൈബിൾ ടാക്സ് കളക്ടർ നല്ല കിടക്കുന്നത്. സാക്കിയസിനെ കുറിച്ച് പറയുന്ന ചീഫ് ടാക്സ് കളക്ടർ. ഡോണ്ട് ഫോർഗെറ്റ്, ടാക്സ് കളക്ടർ ഡിഫറെന്റ്, ചീഫ് ടീച്ചർ ഡിഫറെന്റ്, പ്രിൻസിപ്പൽ ഡിഫറെന്റ്. ഡിഫറൻസ് മനസ്സിലാക്കാൻ ഞാൻ പറയുന്നത്. പോലീസ് ഡിഫറെന്റ്, SI ഡിഫറെന്റ്, എല്ലാം ഡിഫറൻസ് ഉണ്ടല്ലേ, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ചീഫ്, ഒരു കൊച്ച ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തെ. നാളെ രാവിലെ ഇവിടുത്തെ മീഡിയ വരുമോ, ഇവിടുത്തെ ചീഫ് ടാക്സ് പിരിക്കുന്ന വ്യക്തി ട്രീയുടെ മേളിൽ ഇരിക്കുന്ന ഫോട്ടോ, എന്തവസ്ഥയായിരിക്കും? ചീഫ് ടാക്സ് കളക്ടർ ഓടി എവിടെ കയറി? ഫിഗ് ട്രീയുടെ മേളിൽ കയറി. ഇനിയും ഈ ചീഫ് ടാക്സ് കളക്ടർ കയറി എന്തിനാണെന്നറിയോ? ആരെ കാണാനാ? യേശുവിനെ കാണാൻ. മേളിൽ ഇരിക്കുന്ന അവൻ്റെ കൂടെ പാർക്കുന്നവർ വേണം അനുഗ്രഹിക്കപ്പെടാൻ. നോക്കിയോ, അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. ഈ ടാക്സ് കളക്ടർ മേളിൽ പാർക്കുമ്പോൾ, മേളിൽ ഇരിക്കുക, എന്തിനാ? യേശുവിനെ കാണാൻ. ഇവൻ്റെ ഒറ്റ പ്രാർത്ഥനയുള്ളൂ, കർത്താവേ എനിക്ക് നിന്നെ കാണണം, നീ എന്നെ കാണല്ലോ. ചിലരിങ്ങനെ, കർത്താവേ ഞാൻ അങ്ങോട്ട് പറയുന്ന കേട്ടോണം, ഇങ്ങോട്ടൊന്നും പറയല്ലേ, ഇല്ലേ? ഞാൻ അങ്ങോട്ട് പറയുന്ന എല്ലാം കേട്ടോണം. ഈ പുള്ളി ഇങ്ങനെ പോവുക, മേളിരിക്കുക, ഒറ്റ പ്രാർത്ഥന, കർത്താവേ. കാരണം നോർമലി ടാക്സ് കളക്ടേഴ്സോ ചീഫ് ടാക്സ് കളക്ടേഴ്സോ സ്ട്രീറ്റിൽ കൂടെ പോയാൽ ദേ ഹാവ് ബോഡി ഗാർഡ്സ് ഉണ്ട്. കാരണം എന്താണെന്നറിയോ? യഹൂദന്മാരുടെ സെലറ്റ്സ് ഉണ്ട്. സെലറ്റ്സിന്റെ ഒരു പ്രാർത്ഥന ഇതായിരുന്നു, ഒരു ടാക്സ് കളക്ടറെ ഇന്ന് റോഡിൽ കാണണം വിത്തൗട്ട് ബോഡി ഗാർഡ്സ്. എന്താ? തല വെട്ടിയാൽ സ്വർഗത്തിൽ എൻട്രി ഉണ്ടെന്ന് അവരുടെ പ്രയർ. അങ്ങനെയാണെങ്കിൽ യേശു കൊണ്ടു നടന്ന ശിഷ്യന്മാരെ നിങ്ങൾ നോർത്തേ. അതിൽ ചുങ്കം പിരിച്ച മത്തായി ഉണ്ട്, എരിവുകാരനായ യേശു ഇടയ്ക്കില്ലെങ്കിൽ മത്തായിയുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിക്കേണ്ട ഭാഗം ഇല്ലേ? യേശു എത്ര ക്ലിയർ ആയിട്ട് ഇത് കൊണ്ടു നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടാക്സ് കളക്ടർ മേളിൽ കയറി ബോഡി ഗാർഡ്സ് ഇല്ല. നെക്സ്റ്റ് ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഇവന്റെ പ്രാർത്ഥനയാണ്. യേശു അടുത്തോട്ട് വരിക. അടുത്തെത്താറായപ്പോൾ ഇവൻ പറയാം, കർത്താവേ മേപ്പോട്ട് നോക്കല്ലേ, ബോഡി ഗാർഡ് ഇല്ല, മേപ്പോട്ട് നോക്കല്ലേ. നിന്നതും നോക്കിയത് എങ്ങോട്ടാ? യേശു നോക്കിയപ്പോൾ ആരൊക്കെ നോക്കിക്കാണും? എരിവുകാരും നോക്കിക്കാണും. എടാ വേണ്ടടാ, ഒരു അവസരം കിട്ടി. യേശുവിന്റെ ഫസ്റ്റ് വാക്ക് എന്തായിരുന്നറിയോ? ഫസ്റ്റ് വാക്ക് ഭയപ്പെടേണ്ട. എന്തുകൊണ്ട് യേശു അവനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞേ? എന്ന് പറഞ്ഞാൽ, മോനെ കല്ലെറിയാൻ ആൾക്കാർ കല്ലെടുത്തിട്ടുണ്ട്, പക്ഷെ എറിയത്തില്ല. നീ നല്ല ആഗ്രഹത്തോടെ മേളിൽ കയറിയത്. സ്തോത്രം. അവനെ യേശു താരെ ഇറക്കിയിട്ട് യേശു പറഞ്ഞൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്ക് ഇന്ന് നിന്നോടൊരുമിച്ച് പാർക്കേണ്ടതാകുന്നു. ഇന്ന് പകൽ നല്ല ആഗ്രഹങ്ങളെ സാധിക്കുന്ന ദൈവം കൈ ഉയർത്തി പകൽ വന്നിട്ടുണ്ട്. ഭക്തന്റെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിക്കും. ഉറപ്പുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഇനി ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കണേ ഈ ഭാഗം. എന്നെ വല്ലാതെ ബ്ലെസ്സഡ്നെസ്സിന്റെ വേറൊരു ഭാഗം ഇവിടെ കിടക്കുന്നേ. സാക്കിയസിന്റെ വീട്ടിൽ യേശു എന്നപ്പോൾ അവന്റെ ബാങ്ക് ബാലൻസ് കുറഞ്ഞോ കൂടിയോ? സോ ബ്ലെസ്സഡ്നെസ് എന്താ?
ഹല്ലേലൂയ പറയും. നോ പാസ്റ്റർ, വി നെവർ കെയിം ടു ഹിയർ ദാറ്റ്. ഞങ്ങൾ വെറുതെയാണ് കാനഡയിൽ വന്നേ. നോ ലിസൺ ടു മീ. യേശുവിന്റെ വീട്ടിൽ പാർത്തപ്പോൾ എന്താ സംഭവിച്ചത്? ബാങ്ക് ബാലൻസ് കുറഞ്ഞോ കൂടിയോ? ഈ മെസ്സേജ് ഇന്ന് കേൾക്കാറുണ്ടോ പലരും? യേശു വന്നാൽ കൂടുമെന്നില്ലയോ? പക്ഷെ അവിടെ സംഭവിച്ചെന്താ? പഴയ നിയമത്തിൽ ഇതുപോലെ ഒരുത്തം പറഞ്ഞു, യേശു ദൈവത്തോട് ഒരുമിച്ച് പാർത്തു. പഴയ നിയമത്തിൽ പാർത്തു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞൊരു പരിപാടി ഉണ്ട്, എന്നെ അനുഗ്രഹിച്ചിട്ടല്ല, അത് അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാ പോയത്? ഞൊണ്ടി. ഇന്ന് നമ്മുടെ ചർച്ചിൽ ഞൊണ്ടില്ലാതെ ഒരാൾ വന്നു, ആരാധന കഴിഞ്ഞപ്പോൾ ഞൊണ്ടിപ്പോയി, പിന്നെ ഈ ചർച്ചിലോട്ട് വരുമോ? നിങ്ങൾ ഓർത്ത് നോക്കി. അവനോട് ദൈവം പറഞ്ഞ എന്താ? അനുഗ്രഹിച്ചിട്ടല്ല അതിനെ വിടരുത്. ദൈവത്തോട് ഒരുമിച്ച് പാർത്തപ്പോൾ പുള്ളി പോയത് എങ്ങനെയാ? ഞൊണ്ടി പുള്ളി പോയ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഭാഗം, ഈ ഞൊണ്ടി പോയപ്പോൾ അനുഗ്രഹമാണോ അല്ലയോ? അനുഗ്രഹമാണോ? എന്താ അത് അനുഗ്രഹമായത്? അവനെ അനുഗ്രഹമാകാൻ കാരണം നമ്മൾ ഈ അനുഗ്രഹിക്കാൻ പറയുമ്പോൾ നമ്മുടെ ബാക്ക് ഹിസ്റ്ററി ദൈവം എടുക്കും. മനസ്സിലായില്ല? യാക്കോബിന്റെ ബാക്ക് ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കി. ഹിസ്റ്ററി എടുത്ത് പഠിച്ചപ്പോൾ യാക്കോബ് ഒരു രാത്രി പ്രാർത്ഥിച്ചു. അവൻ ജ്യേഷ്ഠാവകാശം എടുത്തുകൊണ്ട് ഒരു ഓട്ടം കൊടുത്തു. പിന്നെ നിന്നതെവിടെ? ലൂസിൽ വന്ന് പാർത്തു. അവിടെ വെച്ചൊരു ഡെഡിക്കേഷൻ നടന്നു. കർത്താവെ, നീ എന്നെ അനുഗ്രഹിക്കുവാണെങ്കിൽ ഈ പണിത് വെച്ചേക്കുന്ന കല്ല് ഞാൻ ആലയമായി പണിയും. അവിടെ നിന്ന് ഓടിയതാ. പിന്നെ നിന്നതെവിടെ? അമ്മായിപ്പന്റെ വീട്ടിൽ, ലാബാന്റെ വീട്ടിൽ നിന്ന് ഓടി. അപ്പൊ ബാക്ക് ഹിസ്റ്ററി നോക്കി പുള്ളി ആരാ? ഇപ്പോഴെന്താ പറയുന്നത്? ഇപ്പോഴും ചെയ്തെന്തുവാ? ഇപ്പോഴും അവൻ ചെയ്ത ട്രിക്ക് നോക്കിക്കോണ്ടേ. യേശോ വരുന്നെന്ന് കേട്ടപ്പോൾ ആദ്യമേ ചെയ്തത് ആൾക്കാരെ ഡിവൈഡ് ചെയ്തു. ആദ്യം അയച്ച ഗ്രൂപ്പിന്റെ പേര് ആരായിരുന്നു? ഇഷ്ടമില്ലാത്ത ഭാര്യ ലിയയുടെ ദാസിയുടെ മക്കളെ, ദാസിയുടെ മക്കളെയും ഫ്രണ്ട് റോയിൽ. ഇഷ്ടമുള്ള റേച്ചലിന്റെ ദാസിയുടെ മക്കളെ, ദാസിയും രണ്ടാമത്തെ റോയിൽ. മൂന്നാമത് റേച്ചലിനുണ്ടായ കൊച്ചുങ്ങളെ. നാലാമത് ആരെ നിർത്തി? റേച്ചൽ. ഓർഡർ മനസ്സിലായി? എന്തിനാ നാലാമത് നിർത്തിയേ? അടി ഫസ്റ്റ് ചെയ്ത് വന്നോട്ടെ, ബാക്കി. ഈ പുള്ളി എവിടാ? യോർദാൻ കടന്ന് ഇക്കരെ നിൽക്കുക. അവിടെ അടി വരുമ്പോഴത്തേക്ക് ഞാനത് യോർദാനുള്ളൂ. എനിക്ക് ദൈവം ചെയ്ത ഒരു കാര്യം, ഗോഡ് ബ്ലെസ് മീ. അപ്പൊ ദൈവം നോക്കിയവർ റിപ്പോർട്ട്, ഇവൻ നല്ല ഓട്ടക്കാരൻ. പിടിച്ചത് എവിടെ? നിങ്ങൾ മനസ്സിലായോ? തുടയെ പിടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്താ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം. തുടയെ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചത്? ഇവൻ ഓടാൻ ഒക്കത്തില്ല. അവിടെ വെച്ച് നിങ്ങൾ വാക്ക് ശ്രദ്ധിക്കണം. അവിടെ വെച്ച് ദൈവം അവനോട് പറഞ്ഞു, നിന്റെ പേര് യാക്കോബ് അല്ലയോ, നിന്റെ പേര് ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. ഈ നമ്മുടെ IPCയിലൊക്കെ സൺഡേ സ്കൂൾ ബുക്കിൽ അവൻ്റെ പേര് മാറ്റിയത് യാബോ കടവതീരെന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ അവിടെ വെച്ചല്ല, അവിടെ വെച്ച് കൊടുത്തതേ ഉള്ളൂ. വാസ്തവത്തിൽ പേര് മാറ്റിയത് 35 ബേഥേലി വെച്ച്. ദൈവം രണ്ടാമത് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ, നമ്മുടെ അവസ്ഥകൾ ദൈവത്തിന് നല്ലപോലെ അറിയാമെന്ന് എത്ര ദൈവമക്കൾക്കറിയാം? നമ്മളെക്കാളും നമ്മുടെ അവസ്ഥ നല്ലപോലെ അറിയാം. എനിക്ക് വേണേ ഇവിടെ നിന്നുകൊണ്ട് എന്തു വേണം നിങ്ങളോട് പറയാം. നിങ്ങൾ എൻ്റെ പുറമേ കാണുന്നുള്ളൂ, പക്ഷെ എൻ്റെ ഉള്ളെന്താന്ന് ആർക്കറിയാം? എൻ്റെ ദൈവം എന്നോട് ഇടപെടുമ്പോൾ എൻ്റെ ഉള്ളു നോക്കി ഇടപെടുന്നേ. എന്നോട് ദൈവം പറഞ്ഞ, മോനെ യാക്കോബേ, നിന്നെ എനിക്ക് അനുഗ്രഹിക്കാം, പക്ഷെ ഈ അനുഗ്രഹം കിട്ടിയാലും നാളെ നീ ഓടും. അത് നിനക്ക് വേണ്ടി ശാശ്വതമാകത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം അനുഗ്രഹിച്ചാൽ തലമുറയായി അത് അനുഗ്രഹിക്കപ്പെടേണ്ടതാണ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിൽക്കുന്ന ദൈവോപായത്തിൽ കോൺഫിഡൻ്റ് ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളോട് പകൽ പറയുന്നത്, ബെഥേലി വെച്ച് അവനെ അനുഗ്രഹിച്ചെങ്കിൽ, നമ്പർ 1, ബെഥനി ഈസ് എ പ്ലേസ് ഓഫ് ലോഡ്ജിങ്. നമ്പർ 2, രണ്ടാമതൊരു കാര്യം കൊണ്ട് വേഗത്തിൽ വായിക്കാം. എന്താണ് ബെഥനിയുടെ പ്രത്യേകത? ലെറ്റ്സ് ഗോ ടു ജോൺസ് ഗോസ്പൽ. John's Gospel, chapter number 12, verse number 2. 12:2. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവനോട് കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. മതി. അവിടെ വെച്ച് അവരൊരു അത്താഴം ഇല്ലേ ഒരുക്കി. എവിടെ വെച്ചാ ഒരുക്കി? യേശുവിന്റെ അത്താഴം എവിടെ വെച്ചാ ഒരുക്കി? ലാസർ പാർത്ത ബെഥാനിയിൽ. ബെഥനിയിൽ രണ്ടാമത് നടക്കുന്ന ആക്ഷനാണ്. എപ്പോഴായി ആഹാരം ഒരുക്കി എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ ഇമ്പോർട്ടൻസ് അല്ല. ദാറ്റ് വാസ് എ നോർമൽ കസ്റ്റം അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം, ഹോസ്പിറ്റാലിറ്റി. പക്ഷേ
എപ്പോഴാണ് ഹോസ്പിറ്റാലിറ്റി കാണിച്ച്? അവിടെ ഇമ്പോർട്ടൻറ്റ്. ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 58 ഓൺവേർഡ്സ് ഒന്ന് വായിച്ച്. 56 ഓൺവേർഡ്സ് വായിച്ച്. 56. എന്ത് തോന്നുന്നു, ആ. അവൻ പെരുന്നാൾക്ക് വരികയില്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. ആ. എന്നാൽ മഹാപുരോഹിതന്മാരും പരീശന്മാരും അവനെ പിടിക്കണമെന്ന് വെച്ച് അവൻ ഇരിക്കുന്ന ഇടം ആരെങ്കിലും അറിഞ്ഞാൽ അറിവ് തരണമെന്ന് കൽപ്പന കൊടുത്തു. യേശു ഇരിക്കുന്ന സ്ഥലം എവിടാന്ന് അറിഞ്ഞിട്ട് അവർക്ക് അറിവ് കൊടുക്കണം. യേശുവിനെ അറസ്റ്റ് ചെയ്യണം. എവിടാ അവനെ വെച്ചേക്കുന്നേ? അവരെ അറസ്റ്റ് ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാനും യേശുവിനെ ആരെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും എന്ത് ചെയ്ത് വെച്ചേക്കുക? ഓർഡർ പാസ്സാക്കിക്കുക. ഒന്ന് ഓർത്ത്, ലുക്ക് ഔട്ട് നോട്ടീസ് കൊടുത്തേക്കുക. യേശുവിനെയും പിടിക്കണം, യേശുവിനെ വെച്ചവരെയും പിടിക്കണം. അപ്പോഴാ ലാസറസ് പറയുന്നു, എൻ്റെ വീട്ടിലോട്ട് വാ. മേരി മാർത്ത യേശുവിനെ ഇൻവൈറ്റ് ചെയ്തു. പബ്ലിക്കായി യേശുവിന് ഫുഡ് കൊടുക്കുന്നു. അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച സമയത്ത് യേശുവിന് ഫുഡ് കൊടുക്കണമെങ്കിൽ സ്നേഹമില്ലെങ്കിൽ അതൊക്കത്തില്ല. ഇന്ന് പകലും ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ ബാക്കിൽ ഒരു ടെസ്റ്റ്മണി എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ വെറുതെ അല്ല ഇവിടെ നിന്ന് സ്തോത്രം പറയുന്നത്. അവനോട് ആഴമായി സ്നേഹമുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. Bethany is a place of love. Bethany is a place of love. ഒന്ന്, it's a place of lodging. രണ്ട്, it's a place of love. ദൈവത്തെ സ്നേഹിക്കുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്നവർ? അങ്ങനെ ഒരു കാര്യം പറയട്ടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും ഉറപ്പാണോ? ഒന്ന് പറഞ്ഞേ, ഉറപ്പാണോ? കോൺഫിഡൻറ്റ്? എൻ്റെ ലൈഫിലുണ്ടാകുന്ന എല്ലാം നന്മയ്ക്കാണ്. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അങ്ങ് നിർത്താം, ടൈമായി. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യം വായിച്ചേ. ഫിലിപ്പിയർ നന്മയ്ക്കാണോ? സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എല്ലാം നന്മയ്ക്കാണോ? 1:12. എനിക്ക് ഭവിച്ചത്, സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് എന്താ നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. എനിക്ക് ഭവിച്ചത്. പൗലോസ് ഇപ്പം എവിടാ? ജയിലില്ല. പൗലോസ് എവിടാ? ജയിലില്ല. ജയിലിൽ കിടക്കുമ്പോൾ പൗലോസ് പറയാ, എനിക്ക് ഭവിച്ചത്, ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാം അഭിവൃദ്ധിക്ക് വേണ്ടി ആകാൻ പോവുകയാണ്. നോക്കിക്കോണേ, വേഴ്സ് 13 ഒരു ഭാഗം കൂടെ പറയാം ഞാൻ. എവിടെ? അകമ്പടി പട്ടാളത്തിലൊക്കെയും എല്ലാവർക്കും എന്ത് ചെയ്തു പറയാം. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? പിശാച് ചിന്തിച്ചൊരു കാര്യം അവിടെ കിടക്കുന്നത്. പൗലോസിനെ ജയിലിലിട്ടാൽ സുവിശേഷം മുമ്പോട്ട് പോകത്തില്ല. പിശാച് പൗലോസിനെ ജയിലിലിട്ടു. പക്ഷെ ദൈവത്തിൻ്റെ യോജനയായിരുന്നു. കാരണം ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? നിങ്ങൾ നോക്കിയ ജയിലിനകത്ത് കിടക്കുന്ന വ്യക്തി പറയും, എനിക്ക് ഭവിച്ചത്, ഞാൻ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഇത് നന്മയ്ക്ക് വരാൻ പോകുകയാണ്. എന്തോ ഭവിച്ചത്? ഈ സമയത്ത് പൗലോസിനെ കൊണ്ടുവന്ന് സീസറിന് മുമ്പ് നിർത്തി കഴിയുമ്പോൾ സംഭവിച്ചെന്താണെന്നറിയാവോ? സീസർ പറഞ്ഞു, ഇവൻ്റെ ഈ കേസ് എടുക്കാൻ എനിക്ക് സമയം ഇപ്പം ഇല്ല, ഇവനെ ഹൗസ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഹൗസ് അറസ്റ്റ് ചെയ്തപ്പോൾ ഒരു ദിവസം 3 ബോഡി ഗാർഡ്സ് 8 മണിക്കൂർ വെച്ച് പൗലോസിന്റെ കൈയോട് ബന്ധിച്ചു. പക്ഷെ പൗലോസിന് ഫ്രീഡം കൊടുത്തു സുവിശേഷം പ്രസംഗിക്കാൻ. മനസ്സിലായോ? അപ്പൊ ഒരു ദിവസം എത്ര ബോഡി ഗാർഡ്സ്? 3 പേര്. സംഭവിച്ചത് സുവിശേഷം പ്രസംഗിക്കുക. അപ്പൊ ഈ ബോഡി ഗാർഡ്സ് ആരെയാ വണങ്ങുന്നേ? സീസറിനെ. പൗലോസ് ആരെയാ വണങ്ങുന്നേ? യേശുവിനെ. പൗലോസ് പറയുന്ന വാക്ക് ഈശൂസ് ക്രിസ്റ്റോസ്, ജീസസ് ഈസ് ലോർഡ്. സീസറിന്റെ ആൾക്കാർ പറഞ്ഞേ സീസർ കുരിയോസ് എന്ന് പറഞ്ഞ സീസർ ഈസ് ലോർഡ്. പൗലോസിനെ കാണാൻ വരുന്നവർ ഹൗസ് അറസ്റ്റിൽ പ്രസംഗിക്കുക പൗലോസ്. അപ്പൊ യേശു ദൈവം എന്ന് പറയുമ്പോൾ ഇവർ കൈയിട്ട് വലിക്കും, അടിക്കാനൊക്കത്തില്ല. കാരണം ഇദ്ദേഹം സീസറിന്റെ പ്രിസണറാണ്. ദൈവമൊക്കെ മനസ്സിലായോ? 2 വർഷം ഇങ്ങനെ കടന്നു. കിടന്നപ്പോൾ സംഭവിച്ചത് കേൾക്കണേ. 4-ാം അധ്യായം, ലെറ്റ്സ് റീഡ് one more verse and then we finish off. 4-ാം അധ്യായം അതിന്റെ അവസാനത്തെ 2 ഗ്രീറ്റിംഗ്സ് ഒന്ന് വായിച്ചേ. 4-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 ഗ്രീറ്റിംഗ്സ്. 4-ാം അധ്യായം 4th chapter, the final 2 greetings. ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവീൻ. എന്നോട് കൂടിയുള്ള സഹോദരന്മാർ നിങ്ങളെ വന്ദനം ചെയ്യുന്നു. വിശുദ്ധന്മാർ എല്ലാവരും വിശേഷാൽ കൈസരുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? പൗലോസിനെ അറസ്റ്റ് ചെയ്താൽ എല്ലാം തീരുമെന്ന് ചിന്തിച്ചെങ്കിൽ
ദൈവത്തെ സ്നേഹിക്കുന്നവനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പൊളിഞ്ഞില്ല. സംഭവിച്ച കേൾക്കണോ? ഇവൻ്റെ സമി കൻ യു ജസ്റ്റ് കം ഹിയർ 1 മിനിറ്റ്, ജസ്റ്റ് കം. എന്തോ സംഭവിച്ചെന്നറിയാമോ? പൗലോസിന്റെ കൈ ഇങ്ങനെ ബന്ധിച്ചിരിക്കുക. പൗലോസ് പ്രസംഗിക്കുക, ജീസസ് ഈസ് ലോർഡ്. സീസറിന്റെ ആൾക്കാർ സീസർ ഈസ് ലോർഡ് കൈ ഇട്ടിങ്ങനെ വരിക്കുന്നുണ്ട്. 2 വർഷം ഇങ്ങനെ ബന്ധിച്ച് കിടന്ന് വചനം പ്രസംഗിക്കുക. 8 മണിക്കൂർ വെച്ച് ബോഡി ഗാർഡ്സ് മാറും. 2 വർഷത്തെ സീസറിന് ഈ സമയത്ത് 22,000 ബോഡി ഗാർഡ്സ് ഉണ്ടാകും. സീസറിന്റെ ബോഡി ഗാർഡ്സ്. അതിൽ ഓരോരോ ബോഡി ഗാർഡ്സിനെയാണ് ഇവന്റെ കൈയോട് ബന്ധിച്ചേക്കുന്നത്. 2 വർഷം സുവിശേഷം പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ജീസസ് ഈസ് ലോർഡ്, സീസർ ഈസ് ലോർഡ്, ജീസസ് ഈസ് ലോർഡ്, സീസർ ഈസ് ലോർഡ്. ലാസ്റ്റ് കേട്ടോടുന്ന ഈ വ്യക്തി പറഞ്ഞു ജീസസ് ഈസ് ലോർഡ്. മനസ്സിലായോ ദൈവമക്കൾക്ക്? സ്തോത്രം. പൗലോസ് ഹൗസ് അറസ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ 2 വർഷത്തിനകം പാലസ് ഗാർഡ്സ്, ഇവര് ബോഡി ഗാർഡ്സ് പാലസിന്റെ അകത്ത് യേശുവിനെ ആരാധിക്കാൻ തുടങ്ങി. താങ്ക് യു. ദൈവമക്കൾക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഭക്തന്മാരായി ഇവിടെ ഇരിക്കുന്നതെങ്കിൽ എന്തൊക്കെ ലൈഫിൽ ഇന്ന് നടക്കുന്നു, കൺഫ്യൂസ്ഡ് ആണെങ്കിലും നിങ്ങൾ കോൺഫിഡൻറ്റോട് ഇരിക്കുക. ദൈവം ഉള്ളറകിൽ പ്രവർത്തിക്കും. പ്രവർത്തിച്ച് മാനിക്കുന്നവരെ മാനിക്കും. ഉറപ്പുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.